ദുരന്ത നിവാരണ വകുപ്പിൻ്റെതായ ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. വെള്ളരിമല പുന്നപ്പുഴയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ. ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നോ ഗോ സോണിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഏതായാലും ഇപ്പോഴാണ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരുന്നത്. ഉരുൾപൊട്ടലല്ല, ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ദുരന്ത നിവാരണ സമിതി അറിയിക്കുന്നത്, അല്ലേ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും നിലവിൽ ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിവരം തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിവരം പങ്കുവയ്ക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ വെള്ളരിമല പുന്നപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് അത് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്താണ് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ നോ ഗോ സോണിലേക്കുള്ള പ്രവേശനം അത് നേരത്തെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. പ്രദേശത്തുള്ള തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നടപടി അത് ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഏതായാലും സ്ഥിതിഗതികൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൺട്രോൾ റൂമിൽ നിരീക്ഷിച്ചു വരിക തന്നെയാണ്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ തുടർന്ന് ഇടപെടുന്നതിന് വേണ്ടി നടപടി അതിനടക്കം നിലവിലിപ്പോൾ രൂപം നൽകി തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിക്കുന്നത്. ഈ കഴിഞ്ഞ ദുരന്തത്തെ തുടർന്ന് ഉണ്ടായ അവശിഷ്ടങ്ങൾ അതാണ് ഇപ്പോൾ കൂടുതലും ഈ കുത്തൊഴുക്കിനെ തുടർന്ന് താഴേക്ക് പതിക്കുന്നതെന്നാണ് ദുരന്ത നിവാരണ വകുപ്പ് നൽകിയ അറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും അതായത് കഴിഞ്ഞ ഉണ്ടായ ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്താണ് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ഇതിന്റെ അവശിഷ്ടങ്ങൾ ചിലയിടങ്ങളിൽ ഉള്ളത് അതുകൂടി ഈ ഒരു മഴയിൽ ഒലിച്ചു പോകുന്ന അതാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പിൽ വ്യക്തമാകുന്നത്. ഈ തൊഴിലാളികളെ അവിടെ ഒറ്റപ്പെട്ടു പോയ തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ, അതായത് കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജോഷില നൽകുന്ന വിവരമനുസരിച്ച് പകുതിയോളം പേരെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് ദുരന്ത നിവാരണ സേന ഈ ദുരന്ത നിവാരണ വകുപ്പ് ഈ വിവരം നൽകിയതിന് പിന്നാലെ തന്നെ പകുതിയോളം പേരെ ഈ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൃത്യമായ ഇടപെടൽ, ഒറ്റപ്പെട്ടുപോയവരെ പുറത്തേക്ക് എത്തിക്കാൻ കൃത്യമായ ഇടപെടൽ ദുരന്ത നിവാരണ സേന, റവന്യൂ വകുപ്പ് നടത്തിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ദുരന്ത നിവാരണ അതോറിറ്റി അതിനായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ആ രീതിയിൽ ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സിജു, പ്രധാനമായും ഈ തൊഴിലാളികളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടി അത് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രയും വേഗം പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. ശരി, ഷീജയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പങ്കുവച്ച വിവരങ്ങൾ കൈരളിയിൽ പങ്കുവച്ചത്. ഇപ്പോൾ ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ള വിവരങ്ങളാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ തവണയുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണ സമയത്തുണ്ടായ അവശിഷ്ടങ്ങൾ, ആ അവശിഷ്ടങ്ങളാണ് ഇപ്പോഴത്തെ ഈ കുത്തൊഴുക്കിൽ താഴേക്ക് ഒഴുകി വന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഒറ്റപ്പെട്ടു പോയവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പകുതിയോളം പേരെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ വിവരങ്ങളാണിപ്പോൾ ഷീജ തിരുവനന്തപുരത്തു നിന്നും വയനാട്ടിൽ നിന്ന് ജോഷ്ലയും നൽകിക്കൊണ്ടിരിക്കുന്നത്.